ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത വീക്കെൻഡ് എപ്പിസോഡായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7-േതെന്ന് നിസ്സംശയം പറയാം. ലാലേട്ടൻ്റെ വിളയാട്ടമായിരുന്നു നമ്മളെല്ലാവരും കണ്ടത്. ഒരാളെ പോലും വെറുതെ വിടാതെ, ഒരാൾക്ക് പോലും യാതൊരു ദാക്ഷിണ്യവും കൊടുക്കാതെ അടിച്ച അണ്ണാക്കിൽ കൊടുത്ത എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലത്തേത്. പ്രേക്ഷക ലക്ഷങ്ങളോട് 100% നീതി പുലർത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഫ്ലവർ അല്ല ഫയർ ആണെന്ന് പറഞ്ഞ രേണു സുധിയുടെ വോട്ട് അഭ്യർത്ഥിക്കൽ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ ലാലേട്ടൻ ചോദിച്ചത്. രേണു സുധിയോട് പ്രസ്തുത വീഡിയോയെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു വിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകർക്കും ഈ ഷോയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുമായിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിലെ ഒരു മത്സരാർത്ഥി ഇത്തരത്തിലൊരു നിലവാരമില്ലാത്ത വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആ ഷോയോട് തന്നെ ചെയ്യുന്ന നന്ദികേടാണെന്ന് പറയാതിരിക്കാനാവില്ല. രേണു സുധി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ ആദ്യ ആഴ്ചയിൽ തന്നെ എലിമിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുന്ന, എൻ്റെ സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് വേണമെന്ന് മുൻകൂട്ടി അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ വീട്ടുകാരെ മുഴുവൻ കാണിച്ചതിന് ശേഷം പ്രതിഷ്ഠയേക്കാൾ വലിയൊരു പൂജാരി ഇവിടെ ആവശ്യമില്ല. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ എന്നതിലുപരി അണിയറയിൽ പ്രവർത്തിക്കുന്ന 400 ആളുകളുടെ കഠിനാധ്വാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാമല്ലോ രേണു സുധി എന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ മത്സരബുദ്ധി, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇവയൊക്കെ ഇത്രയേ ഉള്ളൂ എന്നത്. ബിഗ് ബോസ് എന്ന ഷോയുടെ ക്യൂരിയോസിറ്റി തന്നെയാണ് അതിൻ്റെ വിജയം. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു നിലവാരമില്ലാത്ത PR വർക്ക് ചെയ്യാൻ രേണു സുധി നിർബന്ധിച്ച ആ കസിൻ ആരാണെങ്കിലും ഒന്ന് മാത്രം, സ്മാർട്ട് ആവാം, ഓവർ സ്മാർട്ട് ആവരുത്. ആ കസിനോട് ഇനി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇടരുതെന്ന് ക്യാമറ നോക്കി രേണു സുധി പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കിക്കോളൂ. ഒരു 50 ദിവസം കഴിഞ്ഞുള്ള വീഡിയോ പോലും രേണു സുധി എടുത്തു വച്ചിട്ടുണ്ടാവും എന്നത്. ഇനിയും വീഡിയോകൾ ഉണ്ടെങ്കിൽ തരൂ, ഞാനിടാം എന്ന് ലാലേട്ടൻ മുഖത്തു നോക്കി പറയുമ്പോഴെങ്കിലും രേണു സുധിയും കസിൻ എന്ന് പറയുന്ന ആ വ്യക്തിയും മനസ്സിലാക്കുക, ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സും ലക്ഷോപലക്ഷം ബിഗ് ബോസ് പ്രേക്ഷകരും പൊട്ടന്മാരല്ല എന്നത്.